بسم الله الرحمن الرحيم نحمده ونسلي على رسوله الكريم أما بعد കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത പ്രധാനപ്പെട്ട ഏതാനും ചില ദുആക്കൾ നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി. അതിൽ നിന്നുമുള്ള ഗുണപാഠങ്ങളെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആക്കൾ തന്നെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ ചില മക്കളെ കൃഷിയൊന്നുമില്ലാത്ത ഒരു മരംചെരുവിൽ നിന്റെ ആദരണീയ ഭവനത്തിനരികിൽ ഞാൻ താമസിപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർ നമസ്കാരം നിലനിർത്തുന്നതിനാണ് അവിടെ താമസിപ്പിച്ചത്. ആകയാൽ ജനങ്ങളുടെ മനസ്സുകളെ അവരിലേക്ക് തിരിക്കണമേ. അവർ നന്ദി രേഖപ്പെടുത്തുന്നതിന് പഴവർഗ്ഗങ്ങളെ അവർക്ക് നൽകുകയും ചെയ്യണമേ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മറ്റൊരു ദുആ പരിചയപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സിറിയയിൽ നിന്നും ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും കൊണ്ട് പലായനം ചെയ്തു. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മക്കയിലോട്ടായിരുന്നു പലായനം ചെയ്തത്. ആ കാലഘട്ടത്തിൽ മക്ക ജനവാസമുള്ള ഒരു സ്ഥലമല്ലായിരുന്നു. നേരെ മറിച്ച് ഒരു ജനവാസവുമില്ലാത്ത, പ്രത്യേകിച്ച് കൃഷികളോ വെള്ളമോ ഒന്നുമില്ലാത്ത തരിശായ ഒരു മരുഭൂമി മാത്രമായിരുന്നു. ചുറ്റും പർവ്വതങ്ങളാൽ ആവരണം ചെയ്ത ഒരു മരുഭൂമി മാത്രമായിരുന്നു മക്ക എന്നുള്ളത്. പരിശുദ്ധമായ കഅബ പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രളയ കാലഘട്ടത്തിൽ കഅബ നശിക്കുകയും പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു അതിനെ പുനർനിർമ്മിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അതിനെപ്പറ്റി സൂറത്തുൽ ബഖറയിൽ നാം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആലയുടെ ലക്ഷ്യം മക്കയിലോട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തെയും പലായനം ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ ജനവാസ യോഗ്യമായ ഒരു നാടാക്കി പരിശുദ്ധ കഅബയെ പുനർനിർമ്മിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ മക്കയിലെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ഭാര്യയായ ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ച് നടക്കാനായി ആരംഭിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഷാമിലോട്ട് തിരിച്ച് അദ്ദേഹം യാത്ര ആരംഭിച്ചു. അദ്ദേഹം തിരിഞ്ഞ് നടന്നപ്പോൾ ഭാര്യയായ ഹാജറ ബീവി ചോദിച്ചു, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളെ താങ്കളുടെ ഒറ്റക്കാക്കുകയാണോ? പല പ്രാവശ്യം ചോദിച്ചെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല, തിരിഞ്ഞ് നോക്കുകയും ചെയ്തില്ല. ഹാജറ ബീവിയും കയ്യിൽ ഹാജറ ബീവിയുടെ കൈക്കുഞ്ഞായ ഇസ്മായിൽ നബിയും മാത്രമാണുള്ളത്. അവസാനം ഹാജറ ബീവി ചോദിച്ചു, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ എന്ന് മറുപടി നൽകി. ഇത് കേട്ടപ്പോൾ ഹാജറ ബീവി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ അള്ളാഹു ഒരിക്കലും ഞങ്ങളെ പാഴാക്കുന്നതല്ല, അള്ളാഹു ഞങ്ങളോടൊപ്പം ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ കണ്ണുകളിൽ നിന്നും മറഞ്ഞു പോവുകയും ഹാജറ ബീവിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അവിടെ ഒറ്റക്കാവുകയും ചെയ്തു. അതിനുശേഷം ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദാഹിക്കുകയും സംസം വെള്ളം ഉറവ് ഉണ്ടാവുകയും ചെയ്ത കാര്യങ്ങളെല്ലാം മറ്റു ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കിയതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽ നിന്നും മറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർ കാണാത്തൊരു ദൂരത്തെത്തിയപ്പോൾ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയുണ്ടായി. ആ ദുആയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിച്ചിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കിയെങ്കിലും മാനസികമായി അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായിരുന്നു. കാരണം സ്വന്തം ഭാര്യയെയും മകനെയുമാണ് ആരുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിക്കുന്നത്. സ്വാഭാവികമായി മനുഷ്യനെന്ന നിലയിൽ എല്ലാവർക്കും അതിൽ വിഷമമുണ്ടാവും.
മാനസികമായ പ്രയാസവും ബുദ്ധിമുട്ടും വിഷമവും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര മാനസികമായ പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസത്തെ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ വിജയമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരുടെയും ഇമാമ്, നേതാവായി മാറിയത്. സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു തആല അറിയിച്ചെന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പല പ്രയാസകരമായ പരീക്ഷണങ്ങളും അള്ളാഹു പരീക്ഷിച്ചു. എന്നാൽ ആ പരീക്ഷണങ്ങളെല്ലാം മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും അതിനെ അള്ളാഹുവിന് വേണ്ടി പൂർത്തിയാക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു തആല എല്ലാവരുടെയും ഇമാമ്, നേതാവാക്കി മാറ്റി. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ വലിയൊരു പരീക്ഷണത്തെ സ്വന്തം ഭാര്യയെയും കൈക്കുഞ്ഞായ മകനെയും ഒരു മരുഭൂമിയിൽ ഭക്ഷണമോ വെള്ളമോ ആൾതാമസമോ ഇല്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിച്ച് പോവുക എന്ന വലിയ ഭാരമേറിയ മാനസികമായ പ്രയാസമുണ്ടാക്കുന്ന പരീക്ഷണത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തരണം ചെയ്യുകയും അള്ളാഹുവിന് വേണ്ടി തങ്ങളുടെ മാനസിക പ്രയാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അതിനെ പൂർത്തിയാക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയുടെ പുറത്തെത്തുകയും ഹാജറ ബീവി കാണാത്ത സ്ഥലത്തെത്തുകയും ചെയ്തപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുണ്ടായി. അള്ളാഹുവേ, ഞാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യയെയും മകനെയും ഒരു താഴ്വരയിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ആ താഴ്വരയിൽ കൃഷിയില്ല, അഥവാ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വെള്ളം, ഭക്ഷണം പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. നിന്റെ പരിശുദ്ധ കഅബയുടെ അടുക്കൽ ഞാൻ അവരെ താമസിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹുവേ, ഞാൻ ഈ താമസിപ്പിച്ചിരിക്കുന്നത് നിന്റെ കൽപ്പന പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അവർ നമസ്കാരക്കാരായി തീരാൻ വേണ്ടിയാണ്, നമസ്കാരത്തെ നിലനിർത്തുന്നവരായി തീരാൻ വേണ്ടിയാണ് ഞാൻ അവരെ താമസിപ്പിച്ചിരിക്കുന്നത്. നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുകയുണ്ടായി. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വേണ്ടി ദുആ ചെയ്തു. അള്ളാഹുവേ, നീ ജനങ്ങളുടെ ഹൃദയം അവരിലോട്ട് തിരിപ്പിക്കണമേ. നീ അവിടെ നല്ല രീതിയിലുള്ള ഫലവർഗ്ഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമേ. അങ്ങനെ അവരെ നീ നിന്നെ ശുക്ർ ചെയ്യുന്നവർ, നിന്നെ സ്തുതിക്കുന്നവരാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ ബീവിക്കും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും വേണ്ടി ദുആ ചെയ്യുകയുണ്ടായി. ആദ്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മക്കയിൽ നിർത്തിയതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ അള്ളാഹുവിന് മുമ്പിൽ പറയുകയാണ്. അഥവാ യഥാർത്ഥമായ ഉദ്ദേശത്തെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ നെയ്യത്ത്, തങ്ങളുടെ ഉദ്ദേശം നന്നാക്കുകയാണ്. അള്ളാഹുവോട് പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ എൻ്റെ കുടുംബത്തെ ഈ ഒരു മരുഭൂമിയിൽ ഉപേക്ഷിക്കുന്നത് നമസ്കാരം നിലനിർത്തുന്നവരായി തീരാൻ വേണ്ടിയാണ്. ഒരിക്കലും ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല. നിന്റെ കൽപ്പന പ്രകാരം ഈ നാട്ടിൽ നമസ്കാരം നിലനിർത്തുന്ന നാടായി തീരാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ ഇവിടെ ഉപേക്ഷിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ കഅബ എന്നുള്ളത് എല്ലാ ആളുകളുടെയും നമസ്കാരത്തിൻ്റെ കേന്ദ്രമാണ്. കഅബയിലോട് തിരിഞ്ഞുകൊണ്ടാണ് എല്ലാവരും നമസ്കരിക്കുന്നത്. നമസ്കാരത്തിൻ്റെ കേന്ദ്രമെന്ന് പരിശുദ്ധ കഅബയെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമസ്കാരം നിലനിർത്തുന്ന ഒരു നാടായി തീരാൻ വേണ്ടിയും ജനങ്ങൾക്ക് നമസ്കാരത്തിൻ്റെ കേന്ദ്രമാക്കുന്ന ഒരു നാടായി തീരാൻ വേണ്ടിയുമാണ് എൻ്റെ ഭാര്യയെയും മകനെയും ഞാനിവിടെ ഉപേക്ഷിച്ചത്. അല്ലാതെ ഒരിക്കലും ഒരു ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുമല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം ചെയ്തത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിക്കാണ് മുൻഗണന നൽകേണ്ടത്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരിക്കലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കാനോ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല. നേരെ മറിച്ച് അള്ളാഹുവിന് തൃപ്തിക്ക് സ്ഥാനം നൽകുകയും ഭൗതികമായ നഷ്ടങ്ങളുണ്ടായാലും ഭൗതികമായ പ്രയാസങ്ങളുണ്ടായാലും അതിനെ സഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയെ പൂർത്തീകരിക്കുകയാണ് വേണ്ടത് എന്ന് ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മാനസികമായ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ദുഃഖമുണ്ട്. കാരണം സ്വന്തം ഭാര്യയും മകനെയുമാണ് ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിക്കുന്നത്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൗതികമായ ബുദ്ധിമുട്ടിനേക്കാൾ സ്ഥാനം അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കുന്നതിനോട് നൽകുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൗതികമായ ത്യാഗങ്ങളെ സഹിക്കാൻ തയ്യാറായി. രണ്ടാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, അള്ളാഹുവേ, ജനങ്ങളുടെ ഹൃദയം നീ അവരിലോട്ട് തിരിക്കണമേ. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഒറ്റയ്ക്ക് അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്.
ആ നാടിനെ ജനവാസി യോഗ്യമാക്കാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. ജനങ്ങളുടെ ഹൃദയം ആ നാട്ടിലോട്ട് തിരിക്കുകയും ആളുകൾ അവിടെ താമസിക്കുന്ന അവസ്ഥയുണ്ടാവുകയും അങ്ങനെ ആരുമില്ലാത്ത നാട് ജനങ്ങൾ താമസിക്കുന്ന നാടാക്കി മാറ്റണമേ എന്ന് അള്ളാഹുവോട് ദുആ ചെയ്യുകയുണ്ടായി. കാരണം ആളുകൾ അടുത്തുണ്ടാകുമ്പോൾ, ജനങ്ങൾ താമസിക്കുന്ന നാടാവുമ്പോൾ തങ്ങളുടെ ഭാര്യയും മക്കളെയും അവിടെ നിർത്തുക എന്നുള്ളത് ആരുമില്ലാത്ത സ്ഥലത്ത് നിർത്തുന്നതിനേക്കാൾ കൂടുതൽ സമാധാനവും ആശ്വാസവുമുള്ള കാര്യമാണ്. അതുപോലെ ആ നാട്ടിൽ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ വേണ്ട സൗകര്യങ്ങളും ജനങ്ങൾക്ക് താമസിക്കാൻ ആവശ്യമായ കാര്യങ്ങളും സ്വാഭാവികമായി ഉണ്ടാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആ നാട് ജനങ്ങൾ താമസിക്കുന്ന നാടാക്കി മാറ്റണമേ, ജനങ്ങളുടെ ഹൃദയം ആ നാട്ടിലോട്ട് നീ ആകർഷിപ്പിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു. മക്ക എന്നുള്ളത് ഇന്ന് വലിയൊരു പട്ടണമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഷാമിലോട്ട് പോയി പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പരിശുദ്ധ കഅബയെ പുനർനിർമ്മിക്കാനായി മക്കയിൽ ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബിയുടെയും അടുക്കലെത്തിയപ്പോൾ പരിശുദ്ധമായ മക്ക ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരുന്നു. ധാരാളം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, താമസക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ അല്ലാഹു തആല പരിശുദ്ധ മക്കയെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാക്കി മാറ്റി. അതുപോലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്നും പരിശുദ്ധമായ മക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, അതിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുള്ള, ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാക്കി അല്ലാഹു തആല മക്കയെ മാറ്റുകയുണ്ടായി. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആയുടെ ഫലമാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്ത മറ്റൊരു കാര്യമാണ്, അല്ലാഹുവേ നീ അവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കണമേ എന്ന്. കാരണം ഭക്ഷണമോ പാനീയമോ ഒന്നുമില്ലാത്തൊരു മരുഭൂമിയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തങ്ങളുടെ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദുആ ചെയ്തു, അള്ളാഹു അവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യങ്ങൾ നീ അവിടെ ഉണ്ടാക്കി കൊടുക്കണമേ. ആരുമില്ലാത്ത സമയത്ത് തന്നെ അത്ഭുതകരമായ രീതിയിൽ അല്ലാഹു തആല സംസം വെള്ളത്തെ പുറപ്പെടുവിച്ചു. അങ്ങനെ അവർക്ക് ദാഹത്തിൽ നിന്നും ശമനം നൽകി. അതുപോലെ മറ്റു പല ആളുകളെയും അവിടെ താമസിപ്പിച്ചുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഏർപ്പാടുകളും അല്ലാഹു അവർക്ക് അവിടെ ചെയ്തു കൊടുത്തു. ഇന്നും ലോകത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഫലവർഗ്ഗങ്ങളും എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണങ്ങൾ ലഭിക്കുന്നൊരു കേന്ദ്രമാണ് പരിശുദ്ധമായ മക്ക എന്നുള്ളത്. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയുടെ ഫലമാണ്. അവിടെ ഫലങ്ങൾക്കോ ഭക്ഷണത്തിനോ യാതൊരു ക്ഷാമവുമില്ലാത്ത രീതിയിൽ, സുഭിക്ഷമായ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണത്തിൻ്റെ ഏർപ്പാട് ഇന്നും ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അവസാനമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അവർക്ക് അള്ളാഹു ഈ അനുഗ്രഹങ്ങൾ നീ നൽകുന്നത് അവർ ശുക്ർ ചെയ്യുന്നവരായി തീരാൻ വേണ്ടിയാണ്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്റുള്ളവരായി തീരണം. ഒരിക്കലും അനുഗ്രഹങ്ങൾക്ക് നന്ദി കെട്ടവരായി തീരാൻ പാടില്ല. അള്ളാഹു ഒരു അനുഗ്രഹം നൽകുമ്പോൾ ആ അനുഗ്രഹം അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക, അത് നന്ദി ബോധിപ്പിക്കുക എന്നുള്ളതാണ് ആ അനുഗ്രഹം അള്ളാഹു നൽകിയതിൻ്റെ നന്ദി എന്നുള്ളത്, ശുക്ർ എന്നുള്ളത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഹറാമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്, അതിന് വിലമതിക്കാതിരിക്കുക എന്നുള്ളത് നന്ദികേടാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ അവർ നന്ദി കാണിക്കുമ്പോഴാണ് ആ അനുഗ്രഹം അവർക്ക് അനുകൂലമായി തീരുന്നത്. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നന്ദികേട് കാണിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ അള്ളാഹു വിലക്കിയ രീതിയിൽ ഉപയോഗിക്കുകയും അള്ളാഹു തആലയോട് നിഷേധം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ അനുഗ്രഹങ്ങൾ അവരുടെ പരാജയത്തിന് കാരണമായി തീരുന്നതും പരലോകത്ത് വലിയ പരാജയം അവർക്ക് ഉണ്ടാവുന്നതും ദുന്യാവിൽ ആ അനുഗ്രഹങ്ങൾ അവർക്ക് പ്രതികൂലമായി തീരുന്നതുമാണ്. ഇതിൻ്റെ പല ഉദാഹരണങ്ങളും മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. കഴിഞ്ഞ പല സൂറത്തുകളിലും മുൻകഴിഞ്ഞ സമുദായങ്ങൾ, ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിർഔൻ, ഇങ്ങനെ തുടങ്ങിയ ആളുകളെ പറ്റി നാം മനസ്സിലാക്കി. അവർക്ക് എല്ലാവർക്കും ഭൗതികമായ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിരുന്നു. പക്ഷേ ആ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ബോധിപ്പിച്ചില്ല. അവർ ആ അനുഗ്രഹങ്ങളെ മോശമായ കാര്യങ്ങൾ ഉപയോഗിച്ചു. അത് കാരണമായി അവർക്ക് ഇരുലോകത്തും വലിയ പരാജയമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രവാചകന്മാർ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ഉപയോഗിക്കുകയും നന്ദിയുള്ളവരായി തീരുകയും ചെയ്തു. അത് കാരണമായി അവർ വലിയ വിജയികളായി തീർന്നു. ഇരുലോകത്തും അവർക്ക് ഉന്നതമായ വിജയം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക. സമ്പത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ആ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക. അവയവങ്ങൾ, കണ്ണ്, കാത് തുടങ്ങിയ അവയവങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അത് അള്ളാഹു അനുവദിച്ച രീതിയിൽ ഉപയോഗിക്കുക. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹു അനുവദിച്ച മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി തീരുക,
ആ അനുഗ്രഹങ്ങളെ അള്ളാഹു വിലക്കിയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദികേട് കാണിക്കാൻ പാടില്ല എന്ന കാര്യം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. തുടർന്നുള്ള ആയത്തുകളിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആക്കൾ തന്നെയാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.